സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് പുറപ്പെടുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാസയുടെ സ്ട്രീമിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും അവരുടെ ക്രൂ അംഗങ്ങളായ ബുച്ച് വിൽമോർ, നിക് ഹോഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. കാലാവസ്ഥയും സമുദ്ര സാഹചര്യങ്ങളും വിലയിരുത്തി സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കിയ ശേഷമാണ് നാസ പദ്ധതിയിട്ടിരിക്കുന്നത്. 7 ദിവസത്തെ ഒരു ചെറിയ ദൗത്യത്തിനായിരുന്നു അവർ ആദ്യം പുറപ്പെട്ടത്. എന്നാൽ പ്രൊപ്പോർഷൻ പ്രശ്നങ്ങളും ഹീലിയം ചോർച്ചകളും തുടങ്ങിയ പ്രശ്നങ്ങളാണ് 9 മാസം അവരെ ബഹിരാകാശ നിലയത്തിൽ നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. സുനിത വില്യംസും ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിലാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ ഭൂമിയിലേക്കുള്ള 7 മണിക്കൂർ യാത്രയിലാണ് അവരുള്ളത്. ബഹിരാകാശ പേടകം സുരക്ഷിതമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തെറിച്ചു വീഴുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും വലിയ പാരച്യൂട്ടുകൾ നാസ വിന്യസിച്ചിരിക്കുകയാണ്. ആകാംക്ഷയോടെയാണ് ധീരയായ സുനിത വില്യംസിൻ്റെയും സംഘങ്ങളുടെയും യാത്ര ലോകം കാത്തിരിക്കുന്നത്.